സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അധ്യായം 8 വാക്യം 35. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 35-ാം തിരുവചനം പൗലോസ് അപ്പോസ്തലൻ്റെ ചോദ്യമാണ്. ഇത് ഒരു കൂട്ടം ചോദ്യങ്ങളുടെ ഒരു സമാഹാരമാണ്. ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഷ്ടതയ്ക്ക് സാധിക്കുമോ? സങ്കടത്തിന് കഴിയുമോ? ഉപദ്രവത്തിനാകുമോ? പട്ടിണിക്ക് സാധ്യമോ? നഗ്നതയ്ക്കും ആപത്തിനും വാളിനും സാധിക്കുമോ? ഇതാണ് ഈ ഒരു കൂട്ടം ചോദ്യങ്ങളുടെ സമാഹാരം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓരോ ദൈവപൈതലും കണ്ടെത്തേണ്ടതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ നാമനിമിത്തം മേൽ പറയപ്പെട്ട പലതരത്തിലുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവസ്നേഹത്തിൽ നിന്ന് നാം വ്യതിചലിക്കുന്നുണ്ടോ? ഇതാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ചോദിച്ചിരിക്കുന്ന ഒരു കൂട്ടം ചോദ്യങ്ങളുടെ സമാഹാരത്തിൻ്റെ മറുചോദ്യം. ദൈവസ്നേഹത്തിൽ നിന്ന് ഞാൻ വേർപിരിയുന്നുണ്ടോ, അഥവാ വ്യതിചലിക്കുന്നുണ്ടോ, അകന്നു പോകുന്നുണ്ടോ എന്നുള്ളത്. ദൈവസ്നേഹം നമ്മെ ഓരോ ദിനവും ദൈവത്തോട് അടുക്കുവാൻ പ്രേരിപ്പിക്കണം. കാരണം അവിടുന്ന് നമ്മെ അപ്രകാരം സ്നേഹിച്ചു എന്നുള്ളതാണ്. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പാപങ്ങളുടെ ബഹുത്വം ഓർക്കാതെ തൻ്റെ കൃപയാൽ നമ്മെ നിറച്ച്, തൻ്റെ കൃപയുടെ ബഹുത്വത്താൽ നമ്മെ മറച്ച് നമ്മെ സ്നേഹിച്ചു എന്നുള്ളതാണ്. തൻ്റെ അവസാനത്തുള്ള രക്തവും നമ്മുടെ പാപ പരിഹാര ബലിക്കായി ഊറ്റിത്തന്ന് നമ്മെ സ്നേഹിച്ചു എന്നുള്ളതാണ്. അഥവാ തൻ്റെ ജീവനെ തന്നെ നമുക്കായി ബലിയായി നൽകി നമ്മെ സ്നേഹിച്ചു എന്നുള്ളതാണ്. ഈ സ്നേഹത്തിന് പകരം വയ്ക്കുവാനായി മറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ മറ്റൊന്നിനെയും അനുവദിച്ചുകൂടാ. ഓരോ ദിവസവും ഈ ദൈവസ്നേഹ നിമിത്തം നാം പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ആ ദൈവത്തോട് തൻ്റെ വചനപ്രകാരം ബന്ധിക്കപ്പെട്ടിരിക്കുകയും വേണം. വചനമാണ് അതിന് നമ്മെ സഹായിക്കുന്നത്. തൻ്റെ വചനം, അതിനാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. വചനം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നു. വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നാം ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുകയില്ല. പലപ്പോഴും ശത്രുവായ സാത്താൻ നമ്മുടെ ഉള്ളിൽ വിതച്ചിരിക്കുന്ന തിരുവചനത്തെ എടുത്തു കളയുവാനായിട്ട് പരിശ്രമിക്കും. അവിടെയാണ്
ഓരോ ദൈവപൈതലിനും ഒരു ജാഗ്രത അത്യാവശ്യമായിരിക്കുന്നത്. ദൈവസ്നേഹത്തിൽ നിലനിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവിനെ അനുസരിച്ചും ആ ദൈവവചനം അനുസരിച്ചും നാം ദൈവപാതയിൽ സഞ്ചരിക്കുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നവരായി മാറ്റപ്പെടുന്നു. അപ്രകാരം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ ഇന്ന് തിരുവചനം കേട്ട എല്ലാ പേർക്കും ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥനാഗാനം ഞങ്ങൾ പാടാം, പാവനമാം ആലയത്തിനുള്ളിൽ. പ്രാർത്ഥനാഗാനം ഞങ്ങൾ പാടാം, പാവനമാം ആലയത്തിനുള്ളിൽ. പാഴിലാകരുതേ പാത തേടുമ്പോൾ, പാഴിലാകരുതേ നിൻ പാത തേടുമ്പോൾ. താപമേറും മാനസേ വാസമാകണമേ. പ്രാർത്ഥനാഗാനം ഞങ്ങൾ പാടാം, പാവനമാം ആലയത്തിനുള്ളിൽ. സാന്ത്വനം കേൾക്കുവാൻ നായക ദേവാസാദരം ദീപമേന്തി നിന്നിടാ. സാന്ത്വനം കേൾക്കുവാൻ നായക ദേവാസാദരം ദീപമേന്തി നിന്നിടാം. പൊന്നിലം വാണിടും പാലക ഞങ്ങൾ യാചകർ